മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ റസൂൽ പൂക്കുട്ടിയും ഒപ്പം തന്നെ കുക്കു പരമേശ്വരനും അവിടെ ചലച്ചിത്ര അക്കാദമിയുടെ ഭാരവാഹികളായി ചുമതല ഏറ്റെടുക്കുകയാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിക്ക് ഇനി പുതിയ ഭാരവാഹികളാണ്, പുതിയ ടീമാണ് നയിക്കുക. ചെയർമാനായി റസൂൽ പൂക്കുട്ടി, ഒപ്പം കുക്കു പരമേശ്വരൻ അടക്കമുള്ള ടീമുണ്ട്. പുതിയ ഭരണസമിതിയാണ്. നേരത്തെ രഞ്ജിത്ത് ചുമതല ഒഴിഞ്ഞതിന് ശേഷം പുതിയ ചെയർമാൻ ആരും ചുമതല ഏറ്റിരുന്നില്ല. പകരം താൽക്കാലിക ചുമതലയായി വൈസ് പ്രസിഡന്റായിരുന്ന പ്രേംകുമാർ തന്നെ തുടരുകയായിരുന്നു. ഇതായിപ്പോൾ ചലച്ചിത്ര അക്കാദമിക്ക് പുതിയ നേതൃത്വം നൽകുകയാണ്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, രഞ്ജിത്ത് ചുമതല ഒഴിഞ്ഞതിന് ശേഷം ആ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇതായിപ്പോൾ ഒരു പുതിയ നേതൃത്വം വരുന്നത്. റസൂൽ പൂക്കുട്ടിയും ഒപ്പം തന്നെ കുക്കു പരമേശ്വരനൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ടീം. എന്താണ്? രഞ്ജിത്തിന് ശേഷം പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പൂർണ്ണമായും ജനറൽ കൗൺസിലും അതുപോലെ തന്നെ അക്കാദമിയും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. റസൂൽ പൂക്കുട്ടിയാണ് പുതിയ ചെയർമാൻ. അത് അല്പസമയം മുമ്പ് അദ്ദേഹം ചുമതലയേറ്റു. ഇപ്പോൾ വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനും ചുമതലയേൽക്കുകയാണ്. ജനറൽ കൗൺസിൽ അംഗങ്ങളിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അടുത്ത മാസം IFFK നടക്കേണ്ടതാണ്, രാജ്യാന്തര ചലച്ചിത്രമേള നടക്കേണ്ടതാണ്. അതിന്റെ ഒരുക്കങ്ങളാകും പുതിയ ചെയർമാന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. നമുക്കറിയാം, രഞ്ജിത്തിന്റെ കാലത്താണ് അക്കാദമി വലിയ വിവാദങ്ങളിലേക്ക് പോയത്. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും പ്രവൃത്തിയും സിനിമ സെലക്ഷനും ഒക്കെ വലിയ വിവാദങ്ങളിലേക്ക് പോയിരുന്നു. അതിനുശേഷം കുറച്ചുകാലം അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്ന നടൻ പ്രേംകുമാർ ചെയർമാൻ സ്ഥാനം വഹിക്കുകയും ചെയ്തു. ഇപ്പോൾ റസൂൽ പൂക്കുട്ടി, ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു. റസൂൽ പൂക്കുട്ടി ലോകം അറിയപ്പെടുന്ന ആളാണ്, പുതിയൊരു ടീം ഇതിലേക്ക് വരട്ടെ എന്നൊരു പ്രതികരണം സജി ചെറിയാൻ പ്രഖ്യാപിക്കാനിരിക്കുക. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി അത് തൊട്ടു മുമ്പാണ് ഇപ്പോൾ ഒരു പുതിയ ചെയർമാൻ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് വരുന്നത്. രാജ്യാന്തര ചലച്ചിത്രമേള വൻ വിജയമാക്കി മാറ്റുക, അതിൽ വിവാദങ്ങളില്ലാതെ അവസാനിപ്പിക്കുക എന്ന് തന്നെയാകും പുതിയ ചെയർമാനും പുതിയ ഭരണസമിതിക്കും മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. നമുക്കറിയാം, ഒരുപക്ഷെ ലോകപ്രശസ്തനായ ഒരു ശബ്ദലേഖകരാണ് റസൂൽ പൂക്കുട്ടി. അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ സജീവമായി സിനിമാ രംഗത്ത് ഇപ്പോഴും ഉള്ളയാളാണ്. ആ തിരക്കുണ്ട്. പക്ഷേ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനത്തിന് കൂടുതൽ സമയം അദ്ദേഹം മാറ്റിവെക്കും, കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായാണ് മന്ത്രി സജി ചെറിയാൻ, സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി, അല്പസമയം മുമ്പ് പറഞ്ഞത്. മലയാള സിനിമയുടെ ഒരു ഭാഗ്യമാണ് റസൂൽ പൂക്കുട്ടി ഇതിലേക്ക് കിട്ടിയതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഏതായാലും പുതിയൊരു ടീമാണ് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് വരുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഈ പുതിയ പദവി സംബന്ധിച്ച്, പുതിയ സ്ഥാനം സംബന്ധിച്ച് പ്രതികരിക്കും. ഇപ്പോൾ ഈ വൈസ് ചെയർപേഴ്സൺ ചുമതലയേറ്റ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നത്. നമുക്കറിയാം, മലയാളിക്ക് അത്രയേറെ ആദരവുള്ള, അത്രയേറെ മലയാളത്തിന്റെ പേര് ഉയർത്തിയ ഒരു ചലച്ചിത്രകാരനാണ് റസൂൽ പൂക്കുട്ടി. ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ പദവി സംബന്ധിച്ച അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് നേരിട്ട് പോകാമെന്നും കരുതുന്നു. റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി മലയാളത്തിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി വരുന്നത് വലിയ നേട്ടമാകുമെന്നാണ് മന്ത്രി അടക്കമുള്ളവർ നേരത്തെ ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എന്റെ ഫോൺ നോക്കാം. ഓക്കെ അല്ലേ? ഒരു ഭരണതലത്തിലേക്ക് കൂടെ വരികയാണ്. സിനിമ അങ്ങേക്ക് അറിയാവുന്നതാണ് സിനിമയെ പറ്റി. പക്ഷെ ഭരണതലത്തിൽ പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ചലച്ചിത്ര അക്കാദമി പോലുള്ള നിരവധി പ്രഗത്ഭർ എഴുതുന്ന പദവി കൂടിയാണ്. എങ്ങനെയാണ് പുതിയ നിയമം? അതിൽ 2-3 പേര് എന്നെ സംബന്ധിച്ചോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പിതൃതുല്യനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ, എൻ്റെ ഗുരുവായ അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജി കരുൺ, അവരുടെയൊക്കെ സീറ്റിലാണ് ഇരിക്കുന്നതെന്നുള്ളപ്പോൾ ഒരു വലിയ ഭാരിച്ചോത്തരവാദിത്വം തോന്നുന്നു. പിന്നെ ഭരണം എന്ന് പറയുന്നത് ഞാനതിന് അങ്ങനെ ഒരു പവർ ആയിട്ട് ഇതിനെ കാണുന്നില്ല, പവർ എക്സസൈസ് ആയിട്ട് ഇതിനെ കാണുന്നില്ല. മറിച്ച് ഓസ്കാറിന് ശേഷം ഞാൻ ഒരുപാട് കമ്മിറ്റികളിൽ, ഒരുപാട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെയും അല്ലാതെ മഹാരാഷ്ട്രയുടെ ഒക്കെ ഒരുപാട് കമ്മിറ്റികളിൽ ഇരിക്കുകയും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓസ്കറിൻ്റെ കമ്മിറ്റി ആയാലും MPSന്റെ കമ്മിറ്റി ആയാലും
CASന്റെ കമ്മിറ്റി ആയാലും ഞാൻ പല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ അക്കാഡമിയുടെയും ഓസ്കർ അക്കാഡമിയുടെയും MTSന്റെ ഒക്കെ. അപ്പോൾ നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ ദിശ മാറുന്നു അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളതാണ് എന്തിലും പ്രധാനം. ഏതൊരു കമ്മിറ്റിയിലും ഏതൊരു ബോഡിയിൽ ഇരിക്കുമ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നമ്മൾ ചലച്ചിത്ര അക്കാദമിയെ പറ്റി പറയുമ്പോഴും 98 മുതൽ നമ്മൾ ഇന്ന് 24, 25 വരെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ ദ ഫോർമർ പീപ്പിൾ ഹാവ് ഡൺ എക്സംപ്ലറി വർക്ക്. അവർ ചെയ്ത അതിപ്രഗത്ഭമായ വർക്കും അവർ ക്രിയേറ്റ് ചെയ്തൊരു വളരെ പ്രഗത്ഭമായ ഒരു ടീമിൻ്റെയും വർക്കിൻ്റെ കാരണമായിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ IFFCE ലോകത്തിൽ അറിയപ്പെടുന്ന 10 ചലച്ചിത്രമേളയിൽ ഒന്നായി മാറിയത്. അപ്പോൾ നമുക്കത് മാറ്റി വെത്തിക്കൊണ്ട് ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഫോർമർ ചെയർമാൻ ആൻഡ് ഫോർമർ പീപ്പിൾ ഹൂ അഡോൺ ദിസ് ഷെയർ ഹാവ് ഡൺ എക്സംപ്ലറി വർക്ക്, ബ്യൂട്ടിഫുൾ വർക്ക്. ഞാൻ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു കലാകാരനാണ്. അങ്ങനെയുള്ള വർക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കലാകാരനാണ്. പിന്നെ ഇതുപോലൊരു ബോഡി അക്കാഡമി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിന് അക്കാഡമിക്സ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കൂടെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വിളക്കുപാറ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എത്തി ഓസ്കർ വരെ എത്തി. ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്താനുള്ള കാരണം അക്കാഡമിക്സ് ആണ്, മറ്റൊന്നുമല്ല. അപ്പം ചലച്ചിത്ര അക്കാദമിയിലെ അക്കാഡമിക്സ് എന്നൊരു ഭാഗത്തിനും കൂടെ ഊന്നൽ കൊടുക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം. എൻ്റെ ഒരു മൈ പോയിന്റ് ഓഫ് സ്ട്രെസ് ഷുഡ് ബി ദാറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഈസ് ഫാസ്റ്റ് മൂവിങ്. അപ്പം ഇന്ന് നമ്മുടെ ലോക സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ചലഞ്ചസ്, ഐ വുഡന്റ് സേ ഇറ്റ്സ് എ പ്രോബ്ലം, ദ ബിഗസ്റ്റ് ചലഞ്ച് ഈസ് ദി ജനറേറ്റീവ് AI. In like from say 2010, how internet has changed our life. AI is going to change our life from 20 to 30, the next decade. So it's very important that we find a right direction, right sense of direction to the filmmaking community in this, generative AI challenge. I am thinking there's a lot of discussion in Hollywood and a lot of things are evolving in the West. I wouldn't say how to counter it, how to sort of take it in, and make it a part of our filmmaking process. Also, technological innovation should also be part of our filmmaking process. ഇന്ന് മലയാള സിനിമ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒരു വിഭാഗം സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, അത് അടൂർ അരവിന്ദൻ, പിന്നെ ജോൺ എബ്രഹാം, ഇങ്ങനെയുള്ള നമ്മൾ അറിയപ്പെടുന്ന ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഗുരുക്കന്മാരായിട്ട് നിന്ന ആളുകൾ, സീനിയറായിട്ടുള്ള ആളുകൾ, അവർ ചെയ്തു വെച്ചൊരു പാതയുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മലയാള സിനിമയെ മുന്നോട്ട് നയിച്ചത്, കഴിഞ്ഞൊരു 10 വർഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടുത്തെ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. ഒരു പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നു. യങ് ഫിലിം മേക്കിംഗ് കമ്മ്യൂണിറ്റി ഹാസ് ഇവോൾവ്. അപ്പോൾ അത് ഇറ്റ്സ് ഇൻ ദ പീക്ക് ഓഫ് ഡൈനാമിക് ചേഞ്ച്. അതിനെന്തെങ്കിലും മാർഗനിർദ്ദേശം നമുക്ക് ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ that will be one of my, that's what I'm looking forward.